കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദിവസേന കേൾക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു പിടി നല്ല ക്രിസ്തീയ ഗാനങ്ങളുണ്ട്. ഇവയുടെ എല്ലാം ഉറവിടം നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഉറപ്പായും നമ്മൾ ചെന്നെത്തുന്ന ഒരു സ്ഥലമാണ് മുത്താമ്പക്കൽ ഇട്ടി വർഗീസ് എന്ന സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ അടുത്തേക്ക്. കാരണം മലയാള ക്രൈസ്തവ ഗാനകാരിലേക്ക് നിരവധി ഗാനങ്ങൾ നൽകിയ, അല്ലെങ്കിൽ ഇന്നും അനേകർ പാടി ആശ്വാസം കണ്ടെത്തുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു മഹത് വ്യക്തിയാണ് സാധു കൊച്ചു കുഞ്ഞുപദേശി. നവംബർ മാസം 29 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയ്ക്കടുത്തുള്ള ഇടയാറന്മുള എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ സൗമ്യനും ശാന്തശീലനും ശുദ്ധഗതിക്കാരനുമായ ഒരു തനി നാട്ടിൻപുറത്തെ കൃഷിക്കാരനും കൂടിയായ ഇട്ടിയുടെയും പെരിങ്ങോട്ട് പടിക്കൽ കുടുംബാംഗമായ മറിയാമ്മയുടെയും മകനായിട്ടാണ് കൊച്ചുകുഞ്ഞിന്റെ ജനനം. സാധുക്കളോട് വളരെയേറെ അനുകമ്പയുള്ള ഇട്ടിക്കും ഭാര്യ മറിയാമ്മയ്ക്കും അവർക്ക് ലഭിച്ച കടിഞ്ഞൂൽ സന്തതി ഒരു ആൺതരി തന്നെയായിരുന്നു. നിർഭാഗ്യവശാൽ 2.5 വയസ്സുള്ളപ്പോൾ ഒരു ആറ്റിൽ വീണ് ആ പൈതൽ അകാല ജന്മം പ്രാപിച്ചു. തുടർന്ന് ദൈവം അവർക്കൊരു 6 പെൺമക്കളെ നൽകി. അതിൽ 3-മത്തെയും 7-മത്തെയും പെൺമക്കൾ പിന്നീടുള്ള കാലത്ത് മരണപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് നീണ്ട നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഫലമായിട്ടാണ് കൊച്ചുകുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതിനാൽ തന്നെ സഹോദരിമാരുടെയും മാതാപിതാക്കളുടെയും തികഞ്ഞ വാത്സല്യത്തിലാണ് കൊച്ചുകുഞ്ഞിന്റെ ബാല്യകാലം വളർന്നു വന്നത്. കൊച്ചുകുഞ്ഞിന്റെ സ്കൂളിലെ പേര് MI വർഗീസ് എന്നായിരുന്നു. ഇടയാറന്മുള കുന്നുംപുറത്ത് MTLP സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി കൊച്ചുകുഞ്ഞ് ഹരിശ്രീ കുറിച്ചത്. മഹാകവി KV സൈമൺ സാറിന്റെ ജ്യേഷ്ഠ സഹോദരനും തികഞ്ഞ പണ്ഡിതനും ആധ്യാത്മിക ആചാര്യനുമായിരുന്ന KV ചെറിയാൻ സാറായിരുന്നു അന്നത്തെ അവിടുത്തെ പ്രധാന അധ്യാപകൻ. ശൈശവ വിവാഹം നിലനിന്നിരുന്ന കാലത്ത് തൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് തൻ്റെ ഏക മകൻ വിവാഹിതനായി കാണണം എന്നുള്ള ആഗ്രഹത്തിൽ തൻ്റെ 12-മത്തെ വയസ്സിൽ ലാഗ സെന്റ് തോമസ് ചർച്ചിൽ വെച്ച് കുറിയന്നൂർ വട്ടപ്പന തോമസിന്റെ മകൾ ഏലിയാമ്മയെ വിവാഹം ചെയ്തു. അതിനെ തുടർന്ന് കുന്നുംപുറത്തെ MTLP സ്കൂളിലെ വിദ്യാഭ്യാസം തനിക്ക് പൂർത്തീകരിക്കുവാനായി സാധിച്ചില്ല. എന്നാൽ തൻ്റെ പഠനം അവിടെ വെച്ച് അവസാനിപ്പിക്കുവാൻ തയ്യാറാകാതെ പമ്പാ നദിക്കക്കരെയുള്ള പൂവത്തൂരിൽ 2 ക്ലാസ് മാത്രമുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ താൻ വിദ്യാഭ്യാസത്തിനായി ചേർന്നു. എന്നാൽ സ്കൂളിലെ പ്രവർത്തനം ഇടയ്ക്ക് വെച്ച് നിലച്ചതിനാൽ തൻ്റെ വിദ്യാഭ്യാസം ഔപചാരികമായി എന്നേക്കും അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. 1898 തൻ്റെ 15-മത്തെ വയസ്സിൽ തൻ്റെ മാതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സഹധർമ്മിയുടെ വിയോഗത്തിൽ അതീവ ദുഃഖിതനായി തീർന്ന വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന തൻ്റെ പിതാവും പിന്നീട് കൂടുതൽ ക്ഷീണാവസ്ഥനായി. അതിനാൽ തന്നെ കുടുംബത്തിന്റെ ഭാരം പിന്നീട് കൊച്ചുകുഞ്ഞിന്റെ ചുമലിലുമായി. കൃഷിയെ ആശ്രയിച്ച് മാത്രം കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിന് സ്വന്തം പുരയിടത്തിലും പാട്ടഭൂമിയിലുമായി കൃഷി ഉണ്ടായിരുന്നു. എങ്കിലും സാമ്പത്തിക ക്ലേശം ആ കുടുംബത്തെ നന്നേ അലട്ടി. അങ്ങനെയാണെങ്കിലും തൻ്റെ 4 സഹോദരിമാരെ താൻ വിവാഹം കഴിപ്പിച്ചയച്ചു. ശേഷം പുരയിടവും കുറെ കടങ്ങളും മാത്രമായിരുന്നു അവശേഷിച്ചത്. ഈ കടവും ചുമലിലേറ്റി താൻ തൻ്റെ കൃഷിപ്പണി തുടർന്നു. പഠിക്കുവാനുള്ള ആവേശം കെട്ടടങ്ങിയില്ലാത്ത കൊച്ചുകുഞ്ഞ് കൃഷിപ്പണിയുടെ ഇടവേളകളിൽ നിരവധി പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തുവുമായി ഒരു ബന്ധം കൊച്ചുകുഞ്ഞു സൂക്ഷിച്ചിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ക്രിസ്തുവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഒരിക്കൽ ഇടവകപ്പള്ളിയിൽ നടന്ന ഒരു യോഗത്തിൽ ക്രിസ്തു എൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് യോഗം നടത്തിപ്പുകാരിൽ ഒരാൾ മുൻപോട്ട് വന്ന് നിന്റെ പാപം എന്താകുന്നു കുഞ്ഞെ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ട് ആദ്യമൊന്നും അമ്പരന്നുവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ താൻ മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നത് എന്ന് ഉറക്കെ പറഞ്ഞു. ഏകദേശം 17 വയസ്സായപ്പോഴേക്കും സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം സ്വയം സമർപ്പിതനായി. 1903 തൻ്റെ 20-മത്തെ വയസ്സിൽ തൻ്റെ പിതാവും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഇതിനോടകം തന്നെ താനും ഒരു പിതാവായി മാറിയിരുന്നു. ജീവിക്കുവാനായി കൃഷിപ്പണി മാത്രം മതിയാകില്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തെ പിന്നീട് ഒരു തുണിക്കടയുടെ ഉടമയാക്കി മാറ്റി. തൻ്റെ മാതാപിതാക്കളെ പോലെ സാധുക്കളോട് അനുകമ്പയുള്ള കൊച്ചുകുഞ്ഞിന് തൻ്റെ ബിസിനസ് അധിക നാൾ കൊണ്ടുപോകാൻ സാധിച്ചില്ല. മാത്രമല്ല പിന്നീട് പാട്ടകൃഷി, കാർഷിക വ്യാപാരം, അധ്യാപക വൃത്തി എന്ന ജോലിയിലും താൻ ഏർപ്പെട്ടു. പകല് മുഴുവൻ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ശേഷം രാത്രി കാലങ്ങളിലാണ് സുവിശേഷ പ്രവർത്തനത്തിനായി താൻ മാറ്റിവെച്ചത്. മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയും പ്രാരംഭകാലത്ത് തന്നെ
സൺഡേ സ്കൂളും ചെറു കൂട്ടായ്മകളും താൻ സംഘടിപ്പിച്ചു. ഇതിനായി അദ്ദേഹത്തിന്റെ കൂടെ തന്റെ സഭാവികാരിയായിരുന്ന റവറൻ KV ജേക്കബും തന്റെ സഹപാഠിയും നിരവധി ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിതനും ക്രൈസ്തവ മത പ്രചാരകനുമായിരുന്ന KV സൈമണും വേണ്ടുന്ന എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് നൽകി. അവർ പിന്നീട് ഒരുമിച്ച് ഇടയാറുമുള്ള ക്രിസ്ത്യൻ ഫെലോഷിപ്പ് യൂത്ത് ലീഗ് എന്നൊരു സംഘടിത പ്രവർത്തനമുണ്ടായി. ആ പ്രവർത്തന ഫലമായി ക്രിസ്തീയ പരിചരണ കേന്ദ്രങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്നിവ രൂപീകരിച്ചു. ഒരു സംഘടിത പ്രവർത്തനം ആയിരുന്നുവെങ്കിലും ഒരു സംഘടനയായി രൂപീകരിച്ചത് 1905 ആദ്യഘട്ടത്തിൽ 17 അംഗങ്ങൾ ഉണ്ടായിരുന്ന ആ സംഘടന ചെയർമാനായി KV സൈമണും സെക്രട്ടറിയായി കൊച്ചുകുഞ്ഞിനെ തെരഞ്ഞെടുത്തു. അങ്ങനെ അവർ സംഘടനാ പ്രവർത്തനങ്ങൾ സമീപ പ്രദേശങ്ങളായ കിടങ്ങന്നൂർ, നാൽക്കാലിക്കൽ, മെഴുവേലി, മാലക്കര, കുഴിക്കാല, പരാപ്പുഴ തുടങ്ങിയ ഇടങ്ങളിലും പരസ്യയോഗങ്ങളും ഭവന സന്ദർശനങ്ങളും ക്രമീകരിച്ചു. വ്യക്തമായ ദർശനവും ലക്ഷ്യമുണ്ടായിരുന്ന കൊച്ചുകുഞ്ഞിന്റെ ജീവിതം സംഘർഷങ്ങളുടെയും പരിശോധനകളുടെയും തീച്ചൂളയായിരുന്നു. ദാരിദ്ര്യത്തിന്റെ തേർവാഴ്ചയിൽ കുടുംബഭാരവും അധ്വാനത്തിന്റെ ക്ഷീണവും ഒരു വശത്ത് തന്നെ തളർത്തുമ്പോൾ സുവിശേഷ പ്രഘോഷണത്തിനുള്ള വെമ്പലും വേദനയും മറുവശത്ത് തന്നെ അലട്ടിയിരുന്നു. ഇതിനിടയിൽ തന്റെ രണ്ടാമത്തെ മകൻ ശമൂവേൽ കുട്ടിയുടെ മരണം തന്നെ അതീവ ദുഃഖിതനാക്കി മാറ്റി. പുത്രന്റെ ജീവനായി താൻ നീണ്ട സമയം പ്രാർത്ഥനാ നിരതനായി എങ്കിലും ദൈവത്തിന്റെ ഹിതം അതല്ലെന്ന് താൻ മനസ്സിലാക്കി. ശേഷം ദുഃഖത്തിന്റെ പാനപാത്രത്തെ താൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. ആ ദിവസങ്ങളെ ബാഖയുടെ ദിവസങ്ങൾ അഥവാ കണ്ണുനീരിന്റെ ദിനങ്ങൾ എന്നാണ് താൻ വിശേഷിപ്പിച്ചത്. ഭക്തി ജീവിതത്തോടുള്ള ആസക്തി ജീവിത സുഖങ്ങളുള്ള വിരക്തിയായി അദ്ദേഹത്തിന് മാറി. അങ്ങനെ ലളിതമായ തൻ്റെ ജീവിതത്തിൽ താൻ പിന്നീട് പ്രോഷിത പ്രവൃത്തിയിൽ കൂടിയും വ്യാപൃതനായി. അങ്ങനെയാണ് കൊച്ചു കുഞ്ഞുപദേശി എന്ന താൻ പിന്നീട് സാധു കൊച്ചു കുഞ്ഞുപദേശി എന്ന പേരിലേക്ക് അറിയപ്പെട്ടു തുടങ്ങിയത്. ഭക്ഷണ രീതിയോടും വസ്ത്രരീതിയോടും തനിക്ക് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. വെള്ള ഷർട്ടും കരയില്ലാത്ത മുണ്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വസ്ത്രം. എന്നാൽ ഭക്ഷണ രീതിയാകട്ടെ ഒരു നേരം 3 ഇനത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഭക്ഷണം തനിക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടാൽ ആ ഭക്ഷണം പിന്നീട് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാനായിരുന്നു താൻ താല്പര്യപ്പെട്ടത്. സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ പ്രസംഗം കേൾക്കാത്തവരായി ആ നാട്ടിൽ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. സഭാ വ്യത്യാസം എന്നെ എല്ലാവരും തൻ്റെ പ്രസംഗം കേൾക്കുവാനായി കൂടി വന്നിരുന്നു. സാധാരണയായി വ്യാഴം മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളാണ് താൻ പ്രസംഗിക്കുവാനായി തിരഞ്ഞെടുത്തത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിലെത്തി താൻ പ്രാർത്ഥനയിലും വായനയിലും മുഴുകിയിരിക്കും. വികാരാവേശ പ്രകടനങ്ങൾ ഒന്നുമില്ലാത്ത ആത്മീയ ഉണർവുകൾ ജ്വലിപ്പിക്കുന്ന ഗീതങ്ങളാൽ അനുഗ്രഹീതമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വേദികളും. സാധാരണ ജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ വേദിയിലെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും. ആത്മീയതയിൽ മുഴുകി ഭൗതിക ധർമ്മങ്ങളെ അദ്ദേഹം ഒരിക്കലും വിസ്മരിച്ചിരുന്നില്ല. സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ചൂഷണത്തിനും അനീതിക്കുമെതിരെ ശക്തമായ തന്റെ നിലപാടുകൾ അറിയിച്ചിരുന്നു. സ്ത്രീധനത്യാഗം, ലേലച്ചിട്ടി ദോഷം, വ്യാപാരധർമ്മം തുടങ്ങിയ കൃതികളും വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും ഗദ്യത്തിലും കവിതയിലും 11 പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു. പിന്നീട് ആശ്വാസഗീതങ്ങൾ എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതി. അതിനകത്ത് 210 കീർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന അനേക ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസമായി ഇന്നും ആ ഗാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ കാലത്ത് തെക്കൻ തിരുവിതാംകൂറിൽ കോളറ പടർന്നു പിടിച്ചു. ഓരോ ഭവനങ്ങളിലും 3-4 പേർ മരണപ്പെട്ട ആ സമയത്ത് താനും തൻ്റെ സഹപ്രവർത്തകരും കൂടെ ചേർന്ന് ആ ഭവനങ്ങളിലെത്തി അവരെ ശുശ്രൂഷിക്കുകയും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ അനാഥ കുഞ്ഞുങ്ങൾക്കായി മാർത്താണ്ഡത്ത് ഒരു അനാഥശാലയും താൻ സ്ഥാപിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവരിൽ ഒരാളാണ് കോട്ടയം MT സെമിനാരിയിലെ അധ്യാപകൻ കൂടെയായ CM ജോൺ എന്ന യുഹാനോൻ മാർത്തോമ മെത്രോപോലിത്ത. പിന്നീട് ഇവരെല്ലാം ചേർന്ന് നിരവധി ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനായി സാധു കൊച്ചു കുഞ്ഞുപദേശി നേതൃത്വം നൽകി. അങ്ങനെ ഇടയാറന്മുള ബെത്ലഹേം, കലയപുരം സിയോൻ, ഉദിമൂട് ഒലിവ്, നെല്ലിക്കമൺ എബനേസർ, ഐരൂർ കർമ്മേൽ, വെണ്ണിക്കുളം താബോർ, തിരുനെൽവേലി ഗലീലിയപുരം, മാർത്താണ്ഡം ബെത്ലഹേം, വെൺമണി ഗിൽഗാൽ, കുഴിക്കാല റോമോത്ത്, ഉമയാറ്റുകര ഹെബ്രോൺ തുടങ്ങിയവയായിരുന്നു ഇവരുടെ എല്ലാം പ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ആശ്രമ കേന്ദ്രങ്ങൾ. പിന്നീട് ലോകാവസാനവും ക്രിസ്തുവിന്റെ പുനരാഗമനവും എന്ന വിഷയം വിളിച്ചറിയിക്കുവാനായി യുഗാന്ത്യ മിഷൻ എന്നൊരു സംഘടനയും അദ്ദേഹം രൂപം കൊടുത്തു. അതിൻ്റെ ആദ്യ പ്രവർത്തകനായി പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ കാക്കനാടിന്റെ പിതാവായ ജോർജ് കാക്കനാടിനെയാണ് അദ്ദേഹം നിയമിച്ചത്.
ഒരിക്കൽ ശാരീരിക അസ്വസ്ഥതകൾ കാണിച്ച അദ്ദേഹം കിടപ്പിലായി. പ്രാർത്ഥനയിലൂടെ തിരുഹിതം തേടിയിരുന്ന അദ്ദേഹം പിന്നീട് 3 ദിവസം തുടർച്ചയായി ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുഴുകി. ശേഷം തൻ്റെ പ്രിയ ശിഷ്യനായ ചാക്കോയെ അടുത്ത് വിളിച്ച് തൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് അറിയിച്ചു. തൻ്റെ രോഗവിവരം അറിഞ്ഞ് അടുത്തു നിന്നും ദൂരെ നിന്നും നിരവധി ആളുകളാണ് തന്നെ അന്വേഷിച്ചു വന്നത്. അവരോടായി സാധു ശാന്തമായി കിടന്നുറങ്ങുന്നു എന്ന് അവരെ അറിയിക്കണമെന്ന് ചാക്കോയോട് നിർദ്ദേശിച്ചു. അങ്ങനെ 1945 നവംബർ മാസം 30 തൻ്റെ ഏക ആശ്രയമായിരുന്ന കർത്താവിനെ എതിരേൽക്കുവാനായി ആ പാവനാത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്തേക്ക് യാത്രയായി. ഇടയാറിലുള്ള സെന്റ് തോമസ് മാർത്തമ്മ പള്ളി സെമിത്തേരിയിലാണ് സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ മൃതദേഹം സംസ്കരിച്ചത്. 2 മെത്രാന്മാരും 100-ലധികം വൈദികരും ഏകദേശം 40,000-ഓളം അധികം ആളുകളുമാണ് ആ മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തൻ്റെ കല്ലറയ്ക്ക് മുകളിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാനായി പോയിരിക്കുന്നു. കർത്താവിൻ്റെ വീണ്ടും വരവിൽ ആ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം.